പെട്ടെന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഗ്രീൻ പീസ് 2-3 കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സവാള, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചൊരു 4 വിസിൽ കളിപ്പിക്കണം. ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങ മിക്സിയിൽ അരച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളകി കൊടുത്ത് കറി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറി അങ്ങനെ തയ്യാറാക്കിയെടുത്ത്. ഇനി ഞാൻ ഇതിലൂടെ കഴിക്കാൻ വേണ്ടി അപ്പം കേട്ടോ, നല്ല ചൂട് പാലപ്പം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കാപ്പിക്ക് വേണ്ടി നമ്മുടെ ഗ്രീൻ പീസ് കറിയും അപ്പവും റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ല ചൂട് അപ്പം ഇതേപോലെ ഇളക്കിയെടുത്തുകൊണ്ട് നല്ല അടിപൊളി അപ്പം പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ.